നമസ്കാരം. ഓരോ ദിവസത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ചില ദിവസങ്ങൾ അതീവ പ്രാധാന്യമുള്ള ദിവസങ്ങളായി കണക്കാക്കുന്നു. അത്തരത്തിലൊരു ദിവസമാണ് ഇന്നേ ദിവസം വെളുത്തവാവും ഹനുമത് ജയന്തിയും അതോടൊപ്പം 10-ാം ഉദയവും വന്നു ചേരുന്ന ദിവസം. 3 കാര്യങ്ങളും ഒരേ ദിവസം സംഭവിക്കുന്നു. അതീവ ശുഭകരമായ ദിവസം എന്ന് വ്യാഖ്യാനിക്കാം. എന്നാൽ ഇന്നേ ദിവസം ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ ദിവസമാകുന്നു. വരുന്ന കുറച്ച് ദിവസങ്ങൾ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. വരുന്ന 6 ദിവസമെങ്കിലും ഇവർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീരാമജയം എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്ന് ശ്രീരാമസ്വാമിയുടെ നാമങ്ങൾ എഴുതുന്നതും ജപിക്കുന്നതും അതീവ ശുഭകരമാണ്. സാധിക്കുന്ന ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്ന് നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം ദോഷകരമായ ഫലങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നതായ നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ല സമയം എന്ന കാര്യം ഓർക്കുക. കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതായ സമയം. അപകട സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യം ഈ സമയം ഓർത്തിരിക്കേണ്ടതാകുന്നു. സാമ്പത്തികപരമായ നഷ്ടങ്ങൾ പ്രതീക്ഷിക്കാം. വരുമാന നഷ്ടങ്ങൾ പ്രതീക്ഷിക്കാം. ലാഭം കുറയുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. രോഗദുരിതങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വ്യാപാര നഷ്ടങ്ങൾ സംഭവിക്കാം. അത്തരത്തിൽ ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഏത് കാര്യങ്ങളിലും തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ. അനാവശ്യമായ ചിന്തകൾ കടന്നു വരാം. ധനനഷ്ടം സംഭവിക്കാം. രോഗദുരിതങ്ങളാൽ വളരെയധികം പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനാൽ പരമശിവനെ നിങ്ങൾ ആരാധിച്ച് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി മുന്നോട്ട് പോവുക. അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ശുഭകരമല്ല സമയം എന്ന് നിസ്സംശയം പറയാം. കാരണം ധനനഷ്ടം സംഭവിക്കുന്നതായ സമയം. ഈ സമയം വാഹനാപകടത്തിനും മറ്റു രീതിയിലുള്ള അപകടങ്ങൾക്കും സാധ്യത കൂടുതലാണ്. അതിനാൽ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോവുക. കൂടാതെ കടം വാങ്ങിയാലും തിരികെ കൊടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ പോലും വന്നു ചേരാം. കടം നൽകിയ പണം നഷ്ടപ്പെടാം. മനക്ലേശങ്ങൾ വന്നു ചേരാം. ചിലവ് പ്രതീക്ഷിക്കാതെ തന്നെ വർദ്ധിക്കും. വരുമാനം കുറയും. അതാണ് പ്രധാന പ്രശ്നം. കൂടാതെ ആഗ്രഹങ്ങൾ നടക്കുന്നതല്ല. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കണം എന്നില്ല. പൊതുപ്രവർത്തകർക്കും അനുകൂലമല്ല സമയം. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, മനപ്രയാസങ്ങൾ വന്നു ചേരാം. ഏത് കാര്യവും 2 വട്ടം ആലോചിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഈ സമയം പരമശിവനെ ആരാധിച്ച് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി മുന്നോട്ട് പോവുക. ഈ സമയം ദോഷകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ടം നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ല സമയം എന്ന കാര്യം ഓർക്കുക. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും. അവിചാരിതമായ നഷ്ടങ്ങൾ വന്നു ചേരാം. വാക്ക് തർക്കങ്ങൾ വന്നു ചേരും. വാഹനാപകടത്തിനും മറ്റു രീതിയിലുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. കൂടാതെ പല രീതിയിലുള്ള കേസുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വ്യവഹാരവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. ധനനഷ്ടം സംഭവിക്കാവുന്ന ഒരു സമയമാണ്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപമാനം സംഭവിക്കാം. കൂടാതെ ഈ സമയം വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം വീട് വിട്ട് നിൽക്കേണ്ടതായി വരും. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. വ്യാപാര നഷ്ടങ്ങൾ സംഭവിക്കാം. ആഗ്രഹിക്കുന്നതായ രീതിയിൽ ഒരു കാര്യവും ചെയ്യുവാൻ സാധിക്കാതെ വിഷമതകൾ അനുഭവിക്കേണ്ടതായ അവസ്ഥ വന്നു ചേരാം. കാര്യങ്ങൾ അനുകൂലമാവില്ല എന്ന കാര്യം ഓർക്കുക. ഈ സമയം അത്ര ശുഭകരമല്ല. ഈ സമയം ശനീശ്വരനെ ഭജിക്കുന്നതും പരമശിവനെ ആരാധിക്കുന്നതും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ശുഭകരമാണ്. കൂടാതെ മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക.
കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാണ്. ചതയ നക്ഷത്രക്കാർ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സമയമാകുന്നു. കാരണം പല രീതിയിലുള്ള ധനപരമായ നഷ്ടങ്ങൾക്കുള്ള സാധ്യതകൾ തെളിയുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രധാനമായും അപകടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നിങ്ങൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെ ശ്രദ്ധാപൂർവം തന്നെ വാഹനം കൈകാര്യം ചെയ്യേണ്ടതാകുന്നു. ഒരിക്കലും മദ്യപിച്ച് വാഹനം കൈകാര്യം ചെയ്യരുത് എന്ന കാര്യവും ഓർക്കുക. വീഴ്ച ജീവിതത്തിൽ സംഭവിക്കാം. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രകടമാകും. അതിനാൽ തന്നെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ധനപരമായി വളരെയധികം നഷ്ടങ്ങൾക്കുള്ള സാധ്യത വന്നു ചേരും. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ദുരിതങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. തൊഴിൽ നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. നിലവിലുള്ള തൊഴിൽ അഥവാ ജോലി കളഞ്ഞുകൊണ്ട് മറ്റൊരു ജോലിക്കായി ശ്രമിക്കുന്നത് ശുഭകരമല്ല. നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ശ്രമങ്ങൾ നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. പല രീതിയിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. ആ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ചിന്തകളാകാം. അതിനാൽ അത്തരം ചിന്തകൾ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപമാനം വന്നു ചേരാം. ചെയ്യാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലും അപമാനം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോവുക. ദുഷ്പ്രവർത്തികളിൽ ജീവിതത്തിലേക്ക് ദോഷകരമായ ഫലങ്ങൾ കൊണ്ടുവരും. മറ്റുള്ളവരുടെ ദുഷ്പ്രവൃത്തിയാൽ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ മൃഗങ്ങളാൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഉപദ്രവം ഏൽക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. അപമാനം നേരിടേണ്ടതായി വരാം. ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും ശനീശ്വരനെ ഭജിക്കുന്നതും ശുഭകരമാണ്. ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ധാരയും പിൻവിളക്കും കൂവളമാലയും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. തീർച്ചയായും നിങ്ങൾ തിങ്കളാഴ്ച ദിവസം പരമശിവന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ചു കൂടി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. ഈ ദോഷഫലങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് വെളുത്ത വാവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ശുഭകരമല്ല എന്ന് തന്നെ പറയാം. വരുന്ന കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ ദിവസവും കാഠിന്യം കുറയും. എന്നിരുന്നാൽ പോലും ഇന്നേ ദിവസം വളരെയധികം ശ്രദ്ധ പുലർത്തുക. നിങ്ങൾക്ക് കാര്യങ്ങൾ ശുഭകരമായി ഭവിക്കണം എന്നില്ല. പ്രവൃത്തി വിജയങ്ങൾ വന്നു ചേരണം എന്നില്ല. അഥവാ കാര്യവിജയം നേടുവാൻ സാധിക്കണം എന്നില്ല. നേട്ടങ്ങൾ കുറയുന്നതാകുന്നു. അപ്രതീക്ഷിതമായ തിരിച്ചടികൾ പല വ്യക്തികളിൽ നിന്നും വന്നു ചേരാം. അപ്രതീക്ഷിതമായ തിരിച്ചടികളിൽ നിങ്ങൾ തളരരുത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ സമയം ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ വിരോധങ്ങൾ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ വന്നു ചേരാവുന്നതാണ്. അത്തരം തർക്കങ്ങൾക്കും സാധ്യതയുണ്ട്. ആ കാര്യവും ശ്രദ്ധിക്കുക. അപമാനം, അപകീർത്തി എന്നിവ വന്നു ചേരാം. അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ ശ്രദ്ധ പുലർത്തുക. സംസാരം വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒന്ന് തന്നെയാണ്. സംസാരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നിങ്ങൾക്ക് പല രീതിയിലുള്ള ദോഷഫലങ്ങൾ വന്നു ചേരും. സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ചു പോകാം. അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കുക. മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ അല്പം ശ്രദ്ധിക്കേണ്ടതാകുന്നു. പോസിറ്റീവായ ചിന്തകൾ കൊണ്ടുവരുവാൻ സാധിക്കുക. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. അത്തരത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായ ഒരു സമയമാകുന്നു. തീർച്ചയായും ശത്രുദോഷം വർദ്ധിക്കുന്നതായ ഒരു സമയം. അതിനാൽ പല കാര്യങ്ങളും അനുകൂലമാകണം എന്നില്ല. പല കാര്യങ്ങളും തട്ടിത്തെറിച്ചു പോകാം. ഏത് കാര്യത്തിനും തടസ്സങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം എന്ന് ഏൽക്കുകയും അത് ചെയ്യുവാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ശരിയായ സമയത്ത് ചെയ്ത് തീർക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. അത് നിങ്ങളെ പല രീതിയിലും ദോഷകരമായി ബാധിക്കാം. ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാത്ത ഒരു സമയം കൂടിയാണ് ഇത്. പ്രതീക്ഷിച്ച കാര്യങ്ങൾ അതേപോലെ തന്നെ സംഭവിക്കണം എന്നില്ല. തീർച്ചയായും ശനീശ്വരനെ ഭജിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വ ഈശ്വരപ്രദമാണ്. കാരണം അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. കൂവളമാലയും
അതേപോലെ പിൻവിളക്കും ധാരയും നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സമയമാണ്. കാരണം ഈ സമയം നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കുറവാണ്. ഇന്നേ ദിവസം സാധ്യത വളരെ വിദൂരമാകുന്നു. കൂടാതെ മറ്റ് ദിവസങ്ങളിൽ സാധ്യതകൾ കുറയുന്നതായ സമയമാണ്. എന്നിരുന്നാൽ പോലും ഈ സമയം ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയും. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ശത്രുദോഷം വർദ്ധിക്കാം. മനക്ലേശങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. കാര്യ തടസ്സങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സ്വസ്ഥത ലഭിക്കണം എന്നില്ല. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനക്ലേശങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ബന്ധുക്കൾ ശത്രുക്കളായി മാറുന്ന അവസ്ഥ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്ന അവസ്ഥ, അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഉപകാരം ചെയ്താൽ പോലും അത് നിങ്ങൾക്ക് ഉപദ്രവമായി തീരുന്നതായ അവസ്ഥ. അതിനാൽ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കർമ്മരംഗത്ത് ഉയർച്ച പ്രതീക്ഷിച്ചതുപോലെ വന്നു ചേരണം എന്നില്ല. പല തടസ്സങ്ങൾ, തർക്കങ്ങൾ വന്നു ചേരാം. ധനനഷ്ടങ്ങൾ വന്നു ചേരാം. കടം തിരികെ ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. അത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുന്നതും ശനീശ്വരനെ ആരാധിക്കുന്നതും ശുഭകരമാണ്. ഈ സമയം കാളി സൂക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഈ സമയം മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. കാരണം ഈ സമയം നിങ്ങൾക്ക് അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. അത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ഈ സമയം പരമശിവന് ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ നക്ഷത്രക്കാർ മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ മാറ്റങ്ങൾ വന്നു ചേരും. തീർച്ചയായും ഇഷ്ടദേവതയെയും കുടുംബദേവതയെ കൂടി ആരാധിക്കുവാൻ ഈ നക്ഷത്രക്കാർ മറക്കാതിരിക്കുക.